നമ്മൾ താമസിക്കുന്ന വില്ലയുടെ ഫ്രണ്ടിലാട്ടപ്പോൾ ഞങ്ങളുള്ളത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ല. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വില്ലനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ബഡ്ജറ്റ് വില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. ഇത് ഊട്ടിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഊട്ടി സെൻട്രിൽ നിന്ന്, അതായത് ഊട്ടി സെൻട്രലിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ താമസിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മൾ അതിൽ നിന്നൊന്നും മാറി താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോന്നു. അതായത് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ നമ്മൾ മൈസൂർ റോട്ടിൽ വരുമ്പോൾ കള്ളാട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനടുത്തായിട്ട് മല്ലിക്കോര എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ട് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 വില്ലകൾ ഇങ്ങനെയുണ്ട്. അതിലിപ്പോൾ നമ്മൾ താമസിക്കുന്ന വില്ലയുടെ ഫ്രണ്ടിലെ ലോണിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കണത്. അപ്പോൾ ഈ വില്ലനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 2 പോർഷൻ ആക്കിയിട്ടുണ്ട്. ഒരു 2 ഫാമിലി അല്ലെങ്കിൽ ഒരു 4 ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിൽ. അതായത് ഇപ്പോൾ ഞങ്ങൾ എടുത്തതിൽ 2 ബെഡ്റൂമും 2 ബാത്റൂമും അറ്റാച്ച്ഡ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അതേമാതിരി തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തും. പക്ഷെ അത് ലോണൊക്കെ അവർ ഇവിടെയൊക്കെ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ക്യാമ്പ് ഫയറിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അതെ, ഇതാണ് ക്യാമ്പ് ഫയറൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമുക്കത് ഇന്ന് കാണാം. നമ്മളിന്ന് ക്യാമ്പ് ഫയർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് പോകാൻ മുപ്പാട് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂവും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ്. അതേമാതിരി നമുക്ക് ഇവിടെ ചെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. അതായത് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കാൻ ഇങ്ങനെ എല്ലാവർക്കും ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിനി വില്ലയുടെ ഉള്ളിൽ പോയിട്ട് റൂമും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ സെറ്റപ്പൊക്കെ ഒന്ന് കാണാം. ഫ്രണ്ടിലെ മാതിരി തന്നെ ഇതിന്റെ ബാക്ക്, അതായത് നമുക്ക് 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കൂടെ കയറിയാൽ നമ്മൾ ഇതിപ്പോ 2 ബെഡ്റൂമും എടുക്കുമ്പോൾ ആദ്യത്തെ ബെഡ്റൂം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ. ഇപ്പുറത്തെ സൈഡ് അതിലും പോളി സ്ഥല കാണിച്ചു തരാം നിങ്ങൾക്ക്. വന്ന് നിങ്ങൾ നോക്കിയേ, നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് നിന്നിട്ടുള്ള വ്യൂവും ബാക്ക് സൈഡിലെ കാര്യങ്ങളായിട്ട് ഈ കാണുന്നത്. ഇവരിവിടെ നമുക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ കളിക്കാൻ, ഒരു ഷട്ടില് അല്ലെങ്കിൽ ബാറ്റും ഒക്കെ തരും ഒക്കെ. അത് അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. നല്ലൊരു പ്രത്യേക ഫീൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് നല്ലൊരു ബഡ്ജറ്റ് വില്ലേജ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണേ. ഇപ്പോൾ ഏകദേശം ഉച്ച തിരിഞ്ഞിട്ടുള്ളൊരു 6 മണി സമയമാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാലത്തല്ല, ഞങ്ങൾ ഒരു 11 മണി 12 മണി എത്തിയപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ക്ഷീണമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ അധികം റൂമും കാര്യങ്ങളൊന്നും പിടിക്കാൻ. അപ്പോൾ ഇപ്പോൾ കണ്ടോ നല്ല ക്ലൈമറ്റായി. അപ്പോഴാണ് ഇപ്പോൾ ഇറങ്ങിയത്. പക്ഷേ നമ്മളിന്ന് ഊട്ടിക്കും അല്ലെങ്കിൽ സെൻട്രലോ സ്ഥലങ്ങൾ കാണാനൊന്നും പോകണില്ല. അതൊക്കെ നാളെയാണ് നമ്മൾ പോണേ. ഇന്ന് നമ്മളിവിടെ റിസോർട്ട് ഈ വില്ലയിൽ തന്നെയാണ്. അപ്പോൾ ആ വില്ലേരെ ചുറ്റും തന്നെ നമുക്ക് നടന്നാൽ തന്നെ എന്ത് രസമാണെന്നറിയാം. ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ വന്ന ഒരു ദിവസം വെറുതെ താമസിച്ചാലും വെറുത്താട്ടാ. നമ്മൾ വെറുതെ ഇരുന്നാൽ മതി ഇവിടുത്തെ കാഴ്ച കണ്ട്. അതായത് നമ്മളെങ്ങനെ പോയി ഊട്ടി സെൻട്രലിലൊക്കെ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ലോഡ്ജോ കാര്യങ്ങളോ അല്ലെങ്കിൽ എടുത്ത് വില കൂടിയ റൂമുകളൊക്കെ എടുത്തിട്ട് അതിൽ താമസിക്കുന്ന മാതിരിയുള്ള ഒരു സംഭവം എന്നല്ല. ഇവിടെ വെറുതെ നമുക്ക് റൂമിൻ്റെ പുറത്ത് വന്ന് നിന്നാലും നല്ല രസമാണ്. ഇനി ഇതിന്റെ നൈറ്റ് വിഷലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് റൂമുകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ റൂം, ആദ്യത്തെ റൂം, ഫസ്റ്റ് റൂം ഇതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ഒരു വലിയ ബെഡ്, നല്ല സെറ്റപ്പ് ആയിട്ട് ഈ ബെഡൊക്കെ നല്ല ക്ലിയർ ആട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേമാതിരി തന്നെ ഇപ്പൊ ഈ സൈഡിലൊരു ചെറിയൊരു ടേബിള്, നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കിയത് 2 പേരാണ് അവർ ഉദ്ദേശിക്കുന്ന റൂം. ഒരു 2 ചെയർ നമുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ TV ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു അലമാരി തന്നിട്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടീപ്പോയി ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഫാനും വെച്ചിട്ടുണ്ട്. ഞാൻ ഊട്ടിയിലൊന്നും അങ്ങനെ ഫാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ഫാനും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് ഫാൻ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ബാത്റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടാ. അതായത് ഇതാണ് ഇവിടുത്തെ ബാത്റൂം. അപ്പോൾ വലിയ ബാത്റൂമൊന്നല്ല, സാധാരണ ഒരു ചെറിയ ബാത്റൂം. പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്കിവിടെ ഹീറ്റർ ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഉണ്ട്. ഞങ്ങളിപ്പോൾ നോക്കി ചൂടുവെള്ളം ഉണ്ട്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ഷവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബാത്റൂം തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഡോറ്, ഇപ്പൊ ഈ ഡോർ നോക്കി ഇതൊരെണ്ണം തുറന്നാലും കേട്ടാ
പിന്നെ ഒരു ഡോറും കൂടി, അതായത് അടുത്ത റൂമിന്റെ ആൾക്കാർക്ക് അടയ്ക്കണമെങ്കിൽ. അപ്പൊ ഇത് തുറന്നുകൊണ്ട് അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഇത് എനിക്ക് തോന്നുന്നത് സിംഗിൾ ആയിട്ട് കൊടുക്കായിരിക്കും. അതായിരിക്കും 2 എൻട്രൻസ് ഉണ്ട് ഇതിന്, ഫ്രണ്ടിലും ബാക്കിലും. അപ്പൊ ഇതേ അടുത്ത റൂം സെയിം അതേമാതിരത്തെ ഒരു റൂം തന്നെയാട്ടാ ഈ റൂം. ഇവിടെയും ആ നമ്മൾ കണ്ട റൂമിലെ മാതിരി തന്നെ ഡബിൾ കോട്ട് ബെഡും അതേമാതിരി 2 ചെയർ, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടേബിള്, അലമാരി, നല്ലൊരു അലമാരി. അതേമാതിരി തന്നെ ഇവിടെയും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിവിന്റെ ഫാനും എല്ലാം ആ സെയിം ആ റൂമിലെ മാതിരി തന്നെ 2 റൂം. പിന്നെ ഇവിടുത്തെ ബാത്റൂം അതേ സെറ്റപ്പ് തന്നെയാട്ടോ. ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ട നമുക്ക് വാഷ് ബേസിനും അതേമാതിരി ഹീറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബാത്റൂമാണ്. അപ്പൊ നമുക്ക് ഞങ്ങളിത് ബുക്ക് ചെയ്തതേ ഇത് മേക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞ ആപ്പിലാണ്. അപ്പോ നമ്മളൊരു ബഡ്ജറ്റ് ഹോട്ടലാണ് തപ്പിയത്. എന്തായാലും നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അതിൽ ഇത്തിരി നീറ്റ് ആൻഡ് ക്ലീനും കിട്ടണം. അപ്പൊ അവരിത് 4.23 റേറ്റിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാ ബഡ്ജറ്റാണ്. അതായത് നമുക്കിത് എല്ലാ ടാക്സും ഉൾപ്പെടെ ഒരു ദിവസത്തേക്ക് ഈ 2 റൂം നമുക്ക് ഇത് മേക്ക് മൈ ട്രിപ്പില് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് 3800 രൂപയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അത്ര വലിയ കൂടുതലാന്ന് തോന്നുന്നില്ല. നല്ല സൗകര്യം, നല്ല ഒരു ലൊക്കാലിറ്റി ആണ്. അതേമാതിരി 2 റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതാണ് നമ്മുടെ റൂമിന്റെ വിശേഷങ്ങള്. പിന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. നമ്മുടെ ഈ റേറ്റില് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഫുഡ് ഹോം മെയ്ഡ് ഫുഡ് മാതിരി ഫുഡ് ഉണ്ടാക്കണേ. അപ്പൊ ആ ഫുഡ് ഞങ്ങൾ ഇനിയിപ്പോ വൈകുന്നേരത്തേക്ക് ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്, ഡിന്നർ ഇവിടുന്ന് പറഞ്ഞാണ്. അപ്പൊ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ വില്ലയ്ക്കും സെപ്പറേറ്റ് ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ ക്യാമ്പ് ഫയറിന് ആകെ 300 രൂപ ഒരു ചാർജ് ചെയ്യണുള്ളൂ, വളരെ കുറവാണ് ചാർജ്. അപ്പോൾ 300 ആ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്താൽ നമുക്ക് അത് കഴിയുമ്പോൾ അപ്പോൾ ഫുഡ് വരും. അപ്പോൾ നമുക്ക് അതിന് സൈഡിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയതാ. അപ്പോൾ നമ്മളെ ഈ വില്ലരെ പുറത്ത് വന്നിട്ട് ഇപ്പോൾ നൈറ്റിലെ വ്യൂ ഒന്ന് കാണാന്ന് വെച്ചു. ഇപ്പോൾ ഒരു 7:30 സമയമാട്ടാ. നല്ല തണവുണ്ട്. നമ്മൾ നല്ല സെറ്റപ്പിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്താ ആഞ്ചാനെ തണുക്കണല്ലേ? പിന്നെ ആഞ്ചാനും തണുക്കുന്നുണ്ട്, എല്ലാവർക്കും തണുക്കുന്നുണ്ട്. മറ്റൊരു 2 പേര് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നിട്ടില്ലേ, നല്ല തണവാ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന ഇതിൻ്റെ ഒരു സെറ്റപ്പ് നമ്മൾ ഈ വന്നോടത്ത് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യാൻ കസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കസാരയൊക്കെ ഇട്ടിരുന്ന് ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ നോക്കാന്ന് വെച്ചിട്ടാ. നല്ല തണവാ. വേണ്ടാ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു കൊടുത്ത ആൽഫിയെ, ആ മലനിരകളിൽ വീടുകള് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ലൈറ്റ് കിട്ടുമ്പോൾ നല്ല സ്റ്റൈലില് കാണാം. നല്ല രസമാട്ടോ. അതേമാതിരി നമ്മുടെ വില്ലാസും ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ. വില്ലകൾ മൊത്തം അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല സ്റ്റൈലായിട്ട് അങ്ങനെ ഒരൊറ്റ നേരയിലാണ് കംപ്ലീറ്റ് വില്ല ഇങ്ങനെ പണിത് വെച്ചാണ്. കോടങ്ങനെ കയറി വരണം കേട്ടോ. അത് കാരണം നല്ല തണവുണ്ട്. അത് ഞാൻ പുറത്തൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ 7:30 ഞങ്ങൾക്ക് 7:30ക്കാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞാൽ ഫുഡൊക്കെ വരും. അപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഉഷാറാവും അല്ലേ? അങ്ങനെ ക്യാമ്പ് ഫയർ വന്നാൽ ഞങ്ങൾ പൊരിക്കും. ഒരു 10-ന്റെ അടുത്ത് ഇപ്പൊ 10 ഡിഗ്രിയൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോൾ ഇന്നത്തെ തണവ്. കുഴപ്പമില്ല, നമുക്കൊക്കെ മെയിൻറ്റെയിൻ ഒരു സുഖം തന്നെയാണ്. ഒരു ദിവസം 2 ദിവസമൊക്കെ വന്ന് പോകുമ്പോൾ കുറച്ചേരത്തേക്കൊക്കെ അല്ലേ. ഈ വെളിച്ചം നോക്കണ്ടേട്ടാ. ഇത് ഞാൻ ഇവിടെ ഫോൺ കൊണ്ട് പിടിക്കുന്ന വെളിച്ചം ഇവിടെ അല്ല, ഒന്നും കാണുന്നില്ല, വെളിച്ചൊന്നുമില്ല. അവൻ ഫോൺ അടിച്ച് ഞങ്ങളെ നല്ല കളറാക്കി ഇതാട്ടാ, ഫോണിലെ ലൈറ്റ് അടിച്ചിട്ട്. നല്ല രസമുണ്ട് കേട്ടോ അവിടുന്ന് ആ കുന്നും ചെരുവുകളൊക്കെ കാണാൻ. എന്ത് പറഞ്ഞാലും നമുക്ക് ആ നൈറ്റിലൊരു വ്യൂ നല്ല ഇഷ്ടമായി. നമ്മൾ ഈ ക്യാമറ കൂടെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടാ. നമുക്കത് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ അറ്റത്തേക്ക് ഇങ്ങനെ ലൈറ്റുകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു ഏരിയ. ഇവിടെ നിന്ന് ഒരു മരം ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക മരാട്ടോ, നല്ല രസമാണ്. നമ്മള് നിക്കുന്നത് അവരൊരു ഗ്രൗണ്ട് പോലത്തെ ഏരിയ. ഇവിടെ മൊത്തം ബൾബ് ഉണ്ട്. അതൊരു ഇലക്ട്രിക് പ്രോബ്ലം വന്നിട്ട് അത് കത്തണില്ലെന്ന്. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഈ ഫെൻസ് ചെയ്ത് മൊത്തം ബൾബ് ഉണ്ട് ഈ ഫെൻസ് മൊത്തം. പക്ഷെ അത് ഇപ്പൊ എന്തോ പ്രോബ്ലം ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞു. ഇവിടെ വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കളിക്കാനല്ലേ. അടിപൊളിയായിരിക്കും. ബാഡ്മിന്റൺ കോർട്ട്, പിന്നെ ക്രിക്കറ്റ് ഇവിടെ വന്നപ്പോ നമ്മൾ കണ്ടായിരുന്നു കുറച്ച് പേര് കളിക്കുന്നതൊക്കെ. ബാഡ്മിന്റൺ നെറ്റ് അടിച്ചിട്ടുണ്ട്. നല്ല വിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ട്. എന്ത് പറഞ്ഞാലും ഒരു സൈലന്റ് ഏരിയ. അതായത് വന്ന് നമുക്ക് താമസിക്കാൻ, ഫാമിലി ആയാലും ബാച്ചിലേഴ്സ് ആയാലും വന്ന് താമസിക്കാൻ അടിപൊളി ഒരു
സ്ഥലം തന്നെയാട്ടാ. നമ്മുടെ ക്യാമ്പ് ഫയർ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചേട്ടൻ. അപ്പോൾ ഇതേ നമ്മുടെ ക്യാമ്പ് ഫയറിന് തിരികൊളുത്തിയിരിക്കുന്നു. ഊട്ടിയിൽ വന്നിട്ട് ഊതിപ്പോക വീട്ടില്ല എന്ന് വേണ്ട. ഇപ്പോഴാണ് ആ ഊട്ടിയിലെ ഒരു വൈബ് വന്നത്. പിന്നെ നിങ്ങളോട് ഒരു പ്രത്യേക ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ഊട്ടിയിൽ ഇവിടെ നമ്മൾ താമസിക്കുന്ന ഈ വില്ലയില് എല്ലാ ഫോണും നെറ്റ് നല്ല റേഞ്ചാട്ടാ. എല്ലാ സിമ്മും അതായത് നല്ല റേഞ്ച് ഉണ്ട്. അതിപ്പോ ഞങ്ങളുടെ ഇപ്പോ ഏതൊക്കെയുള്ള വോഡാഫോണ്, ഐഡിയ, ജിയോ, BSNL എല്ലാ റേഞ്ച് ഉണ്ട്. അത് കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ 4G ഉണ്ട്, എല്ലാ സിമ്മും 4G ഉണ്ട്, എല്ലാം 4G ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ റേഞ്ചിനും നെറ്റിനൊരു അതൊരു പ്ലസ് പോയിന്റ് ആട്ടോ. അത് നമ്മൾ നോക്കണം. അമല് ഇതേ പോകാനെ തള്ളിക്കൊണ്ടിരിക്കുന്നു. തള്ളട അങ്ങട്. അപ്പൊ ഒരു പ്രത്യേക ഫീൽ തന്നെയാട്ടോ. ഞങ്ങളുടെ ക്യാമ്പ് ഫയർ തീ കൊടുത്തു. അത് ഇനി സെറ്റായിട്ട് വേണം ഞങ്ങൾക്ക് അതിന്റെ മുന്നിൽ വന്നിരുന്ന് ചൂടാവാൻ, എന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റായിട്ടാ. നമ്മളിവിടെ 5 കസാര ഇതിന്റെ ചുറ്റും ഇട്ടിട്ട് ഞങ്ങൾ 5 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പില് അവരിവിടെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ലിനി കുറച്ച് നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കാലത്തെ യാത്രയിൽ കുറച്ച് വോമിറ്റിങ്ങൊക്കെ ആയിട്ട് ആൾക്ക് വളരെ വയ്യായി. ഇപ്പം എങ്ങനെയുണ്ട്, ഉഷാറായില്ലേ? ഇപ്പം ഉഷാറായില്ലേ? ആൾക്ക് എത്താണോ? അപ്പോൾ അതൊരു ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ പുലർച്ചെല്ലാം പോകുന്നത്, അതായത് 4-4:30 ആയിട്ട് പോകുന്നപ്പോൾ ആൾക്ക് ഉറക്കം ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് വന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാം ക്ലിയറായി, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റായി. അപ്പോൾ അതിൻ്റെ ഒരു അടിച്ചുപൊളി പരിപാടികളാണ് ഇനി. ഇതിവിടെ നമുക്ക് നല്ല രസമാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ചാർജും ഇല്ല കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്ത് തരാം. ആകെ വെറും 300 രൂപയ്ക്ക് മേടിക്കണുള്ളൂ. അപ്പോൾ വലിയൊരു ചാർജൊന്നും പറയാനില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല തണവുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ മാറണേ. ഇപ്പം നമ്മുടെ വില്ലതേ കണ്ടില്ലേ ലൈറ്റിൽ, അതേമാതിരി തന്നെ നമ്മുടെ അപ്പുറത്തും ഉള്ളവർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ബാച്ചിലേഴ്സാണ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു പച്ചവല കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്തടുത്തായ കാരണം അവർ നമ്മൾ പ്രൈവസി വേണമെന്ന് പറഞ്ഞാൽ അവർ പച്ച നെറ്റ് കൊണ്ടുവന്ന് കെട്ടി തരും നമുക്ക്. അപ്പോൾ അപ്പുറത്ത് കുറച്ച് ബാച്ചിലേഴ്സ് ഉണ്ട്. ഇത് ഞങ്ങൾ ഈ 2 വില്ല തൊട്ടടുത്തുള്ളതൊക്കെ ഫാമിലിയാണ്. അപ്പോൾ അവരെ സെപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ്. അത് അവരെന്നെ അത്ര കെയറിങ് ആട്ടോ ഇവിടെ നമ്മുടെ കാര്യങ്ങൾ. അതേമാതിരി എന്ത് കാര്യത്തിനും അവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ. കോട അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പം ഇനി ഞങ്ങളുടെ ക്യാമ്പ് ഫയറിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവാ. ഓക്കേടാ, എന്തായി ഉഷാറായില്ലേ എല്ലാവരും? ഉഷാറാവട്ടെ. ഇതെന്തത് കാശൊക്കെ ചിലവാക്കി ഊട്ടിയിൽ വന്നിട്ടൊരു ഉഷാറില്ലെങ്കിൽ എന്താ കാര്യം? നമ്മുടെ ഉഷാറാണ് നമ്മുടെ പ്രേക്ഷകർ നിങ്ങളിന്ന് പ്രതീക്ഷിക്കണേ. ആ ഉഷാറ് കാണാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തിരുന്ന് ഞങ്ങൾ ചൂടുള്ള ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഫുഡൊക്കെ കഴിക്കും. പിള്ളേരൊക്കെ ഡാൻസ് മോഡായിട്ടാ, കൂടെ ഞാനും. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഞങ്ങളിത് അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ആ ഒരു നമുക്കെന്താ പറയുക, ക്യാമ്പ് ഫയറിൻ്റെ അടുത്തിരുന്നിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഇത് അവരെല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. ഞാനിപ്പോൾ ക്യാമറ പിടിച്ചാണ്. അപ്പോൾ ഇനി ഞാനും ഫുഡ് കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് ഇവിടെ. അതായത് നമുക്ക് ഡാൻസൊക്കെ കളിച്ചപ്പോഴേ ആകെ എന്താ പറയുക, ഇവിടെ കിതയ്ക്കൂട്ടാ. നല്ല തണവാ, നല്ല കോടയും. അതേ കോടയാണ് ഈ ഡാൻസും പരിപാടിയും. അപ്പോൾ നല്ല എയിമുള്ളൊരു പരിപാടി തന്നെയാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. എന്തുകൊണ്ടും എനിക്ക് ഈ കോട്ടേജും ഇവിടുത്തെ പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര വലിയൊരു റേറ്റും കാര്യങ്ങളൊന്നും പറയാനില്ല. ഫുഡും അതെ നല്ല. എങ്ങനെയുണ്ട് ഫുഡൊക്കെ?
ഒന്ന് പറഞ്ഞേ നിങ്ങള്. സൂപ്പർ ഫുഡാ വേണ്ടാ. അവർക്ക് ഫുഡൊക്കെ ഇഷ്ടമായി, അവർ കഴിച്ചു തുടങ്ങി. നല്ല ഞങ്ങൾ പറഞ്ഞത് പൊറോട്ടയും ചപ്പാത്തി അതേമാതിരി ബട്ടർ ചിക്കൻ അല്ലേ, ബട്ടർ ചിക്കനും പിന്നെ പനീർ ബട്ടറും മസാല. അപ്പം അങ്ങനെ മിക്സ് വെജും നോണൊക്കെ മിക്സ് ചെയ്തിട്ട് പറഞ്ഞാണേ. അപ്പോൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണേ. അപ്പോൾ ഓക്കെ, അപ്പം ഞാനും കഴിക്കട്ടെ. അടിപൊളി. ഇപ്പം നമ്മുടെ ആ വില്ലയിൽ ഞങ്ങളൊരു 6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ആ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ മല എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ കുന്നുകളാണ് ഇതിൻ്റെ ചുറ്റും. ഒരു 360 ഡിഗ്രി എന്നൊക്കെ പറയാം. അവിടുത്തെ ഇപ്പോൾ നമ്മുടെ ഒരു 6 മണിയിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. അതേണ്ട ചോപ്പ കളറിലായിട്ട് ഇങ്ങനെ അവിടെ സൂര്യൻ വരുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളത് നോക്കിയാൽ നിൽക്കണേ. എന്ത് രസമാണെന്ന് പറയാം. ഈ 6 മണി സമയത്ത് തന്നെ നമുക്ക് കാണാനുള്ള ആ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ, അതായത് പ്രകൃതി ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയകളിൽ വരണം നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഇറങ്ങി ചുറ്റും നടന്നാൽ മതി. ജസ്റ്റ് നമ്മൾ ഈ വില്ലേരെ ചുറ്റും നടക്കുക. ഈ ചുറ്റും മലയാണ്, അതാണ് രസേ. ഓരോ ഭാഗത്തിനും ഓരോ ഭംഗിയാണ്. നല്ല തണവും. ഇവിടെ ഇപ്പം നിന്നാലേ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ എവിടെ വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ വെള്ളം ഒഴുകി പോണത് എവിടെയാണെന്നൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഈ മലയുടെ ഇടകളിലൊക്കെ വെള്ളമൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമാട്ടോ ഇവിടെ. ഇപ്പം നമ്മളൊരു 6:30-7 മണി ആ നേരം വെളുക്കണ സമയത്തുള്ള കാഴ്ചകളാട്ടത്. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ. നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികവും കുറച്ച് വീടുകളും പിന്നെ മല അങ്ങനത്തെ കുന്നുകളാണ്. അതേമാതിരി തന്നെ എല്ലാ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പുറത്തും അത് തന്നെയാണ്. പക്ഷെ ഇവിടെ അധികം കൃഷികളാണ്. ഇവർ ഈ കുന്നിൻ ചെരുവിലാണല്ലോ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ കൃഷികൾ ചെയ്യണേ. അപ്പോൾ അധികം ഇവിടെ കൃഷി ഈ സൈഡിൽ കാണണേ. പിന്നെ നമ്മുടെ വില്ലയിലെ കാർ പാർക്കിംഗ് ഏരിയ ആട്ടോ ഇവിടെ. വെറുതെ കാർ പാർക്കിംഗ് ഏരിയ. തണുക്കുണ്ടോ നിനക്ക്? ഞങ്ങൾ ഇങ്ങനെ ഒരു 6 മണി 7 മണി 6 മണിയല്ല 6:30 ആയി. ഞങ്ങളൊന്ന് ഇറങ്ങിയതാ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ. നല്ല രസമാട്ടോ ഇവിടെ. നമ്മുടെ വില്ലേരെ മുന്നിൽ നിന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ സൂര്യ ഉദിക്കാനുള്ള ഒരു ചോപ്പ കളറൊക്കെ ഉണ്ടെന്നതേ, അതൊക്കെ കഴിഞ്ഞതേ സൂര്യൻ മെല്ലെ മെല്ലെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടാ. നല്ലൊരു ഉദയം കൂടി ഇവിടെ നിന്ന് ആസ്വദിക്കാം നമുക്ക്. ഒരു പ്രത്യേക വൈബ് സ്ഥലമാട്ടാ. നമ്മൾ എപ്പോഴും പറയുന്നു ഊട്ടിയിൽ വരുമ്പോൾ ആ ഒരു പ്രകൃതിയെ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഉൾഭാഗങ്ങളിൽ താമസിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു എയിം നമുക്ക് കിട്ടും. അങ്ങോട്ട് നമ്മൾ ആസ്വദിക്കുക. വേണ്ട സൂര്യൻ ഇങ്ങനെ മന്നം ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുക. അത് കണ്ണൂർക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥയാട്ടാ. നമുക്ക് ഒക്കെ വന്ന് പോകാൻ പറ്റിയ കാലാവസ്ഥ. ഇപ്പോൾ ഈ ഡിസംബർ മാസം ആയാലും ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു തണവ്. രാത്രി കൊടും തണുപ്പെന്ന് പറയാനൊന്നുമില്ല. ഇല്ല. പിന്നെ അതേമാതിരി പകലാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടും. കാരണം മഴക്കാറോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നല്ല ക്ലൈമറ്റ് എന്ന് പറയും. നല്ല ക്ലൈമറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പകല് ചൂട് കൂടുതലാ. സൂര്യൻ അത് ഉദിക്കുമ്പോഴൊരു അതിൽ കൂടെ ഉള്ളൊരു കാറ്റിൻ്റെ തണവും കൂടിയുണ്ട്. എന്നാലും പിന്നെ വേറെ എന്തൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. അപ്പം ഞങ്ങൾ ഊട്ടിയിൽ വന്ന് സൂര്യോദയം കണ്ടു. പുല്ലുകളാട്ടാ. പുല്ലുകൾമൊക്കെ ഉണ്ടാക്കിയിരിക്കണ പൂവ് കണ്ട എന്ത് ഭംഗിയാ. എന്തൊക്കെ തരം പൂക്കളാ.
നമ്മള് താമസിച്ച വില്ലയുടെ ഫ്രണ്ട് സൈഡാണ് ഇത് കേട്ടാ. അവിടെ കണ്ട ഇത് പുല്ലാണ് ഇവിടുത്തെ കണ്ട, ശരിക്കും ജമന്തി പൂ പോലെ നിറച്ച് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ഊട്ടി പൂവല്ല കേട്ടാ, ഇതേ ഒരു തരം പുല്ലുമ്മയാണ് ഇത് ഉണ്ടായിക്കണേ. ഞാൻ ജമന്തി പൂവാന്ന് വിചാരിച്ചിട്ട് വേഗം വന്ന് നോക്കിയതാ, നിറച്ചുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ ഉണ്ട് കണ്ടാ, എന്ത് ഭംഗിയിലുണ്ടായി നിക്കണേ പുല്ലുമ്മോ. ഇതുപോലെ കൊറേ തരം പൂക്കളുണ്ട് കേട്ടോ അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഊട്ടിയിൽ താമസിച്ച ആ റിസോർട്ട് അല്ലെങ്കിൽ വില്ല, ആ വില്ലയുടെ ഒരു റിസപ്ഷൻ ഏരിയ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വില്ല കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. അതായത് ഇത് പുതിയ വില്ലകളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 1.5 വർഷത്തില് ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമുക്കറിയാം കൊറോണ വന്നു. അതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇവർ അത് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് വരണുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 30 ബെഡ്റൂം ഉണ്ട്. അതായത് ഓരോ വില്ലകളിലും 4 ബെഡ്റൂം വെച്ചിട്ടാണ്. അത് ഈ സിംഗിൾ ആയിട്ട് വരെ നമുക്ക് ഇതിലത്തെ ബെഡ്റൂം കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു 2 പേരുള്ളൂ, നമ്മൾ കപ്പിള വന്നാണ് അല്ലെങ്കിൽ വന്നിട്ടില്ലെന്ന് വെച്ചാൽ നമ്മളൊരു റൂം എടുത്തു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ഫ്രണ്ടിലേക്ക് ഡോറും അവിടെ ഒരു ലോണും, അങ്ങനെ എല്ലാ റൂമിനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ല നമുക്ക് 2 ഫാമിലിൻ്റെ 2 റൂം വേണമെന്ന് വെച്ചാൽ ഒരു പോർഷൻ അങ്ങനെ തന്നെയായി. അപ്പോൾ അത് മൊത്തം നമുക്ക് ഇതായിട്ട് കിട്ടും. അതായത് സിംഗിൾ ഡോർ എടുത്താലും നമ്മൾ റൂം നമ്മുടെ കാണിച്ചിരുന്നു, അവിടെ 2 ഡോർ വന്ന് സെപ്പറേഷനൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളാട്ടോ. അപ്പോൾ ഞാനിനി ഇന്ന് കുറച്ച് അവരുടെ വേറെ കുറച്ചും കൂടി ഞങ്ങൾ താമസിച്ച റൂമല്ല, കുറച്ച് മാറ്റുള്ള റൂമുകൾ, കുറച്ച് ലിവിങ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് വില്ലിൻ്റെ, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് പുതിയൊരു വില്ലയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ബുക്ക് ചെയ്തത് ഞാൻ പറഞ്ഞു മേക്ക് മൈ ട്രിപ്പിലാണ്. അതും ശനി ഞായർ സെക്കൻഡ് സാറ്റർഡേ ഒരു ദിവസമാണ്, വീക്കെൻഡിലാണ്. സ്വല്പം റേറ്റ് കൂടുതലായിരുന്നു, എന്നാലും നമുക്ക് ബഡ്ജറ്റിൽ കിട്ടി. അതായത് മേക്ക് മൈ ട്രിപ്പിൽ ഇതാണ് ഏറ്റവും ബഡ്ജറ്റായിട്ട് ഞങ്ങൾക്ക് അവർ കാണിച്ചു തന്നത്. റേറ്റിംഗ് നോക്കിയപ്പോൾ ഉണ്ട്, റിവ്യൂ നോക്കിയപ്പോൾ നല്ലതാണ്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്ന് എടുത്തത്. അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു, അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടിയത്. കാരണം റൂമും കാര്യങ്ങളൊക്കെ നല്ല രസം. പിന്നെ ഈ ഏരിയ ആണ് മെയിനായിട്ട്, അതായത് 360 ഡിഗ്രിയിൽ കംപ്ലീറ്റ് കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ സേഫാണ്, പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഒരു പ്രോബ്ലംസും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഇവരുടെ സർവീസ്, 24 മണിക്കൂർ സർവീസ്. നമ്മൾ എന്താവശ്യം എന്ന് പറഞ്ഞാൽ അവർ ഓടി വന്ന് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതൊരു പുതിയ സ്ഥലമാണ്, അവർ മാക്സിമം നമ്മളോട് സഹകരിച്ചിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ സാധാരണ നിലയ്ക്ക് 1000 റുപ്പീസിൽ ആ റൂം സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഓണറുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാൻ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മേക്ക് മൈ ട്രിപ്പിൽ കൂടെ ചെയ്യണമെന്നില്ല. അപ്പോൾ നേരിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവില് ഇപ്പോൾ ഈ 1000-ൽ സ്റ്റാർട്ട് ചെയ്താൽ ഇനി പല ആഘോഷങ്ങളുള്ള സമയത്ത് കുറച്ച് കൂടും, അല്ലെങ്കിൽ വീക്കെൻഡും കുറച്ച് കൂടും എന്ന് പറഞ്ഞാൽ ആ റേറ്റ് പറയാൻ പറ്റില്ല ഇവർക്ക്. എന്നാലും നമുക്ക് റീസണബിൾ ആയിട്ട് ഇവിടെ നിന്ന് ലഭിക്കും. ഇപ്പോൾ നമ്മൾ താമസിച്ച ആ റൂമും ആ വില്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അല്ലാണ്ട് കുറച്ചും കൂടി ലക്ഷറി ആയിട്ടുള്ള ഒരു വില്ലില്ല കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കാണാൻ പോണത് നമ്മൾ. ഇതിൻ്റെ സെപ്പറേറ്റ് ഫ്രണ്ടിൽ തന്നെ ലോൺ, അതേമാതിരി അതിൽ നമുക്ക് ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൽ 2 ബെഡ്റൂം, അത് ബാത്റൂം അറ്റാച്ച്ഡ്, ഒരു ലിവിങ് ഹാളും കൂടി ഉണ്ട്. അപ്പോൾ ഈ കോട്ടേജ് നമുക്ക് ഒറ്റയ്ക്ക് കിട്ടുള്ളൂ. ഒറ്റയ്ക്ക് മീൻസ് ഇത് മൊത്തം എടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിലാകുമ്പോൾ നമുക്ക് ഓരോ റൂമും അതിങ്ങനെ തിരിച്ച് കിട്ടും. ഇതൊരു കോട്ടേജ് ഫുള്ള് എടുക്കണം. ഇത് ഫുള്ള് എടുക്കായാലും ഇതിന് 2000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ആട്ടോ. 2000-ൽ ഇത് സ്റ്റാർട്ടിങ്ങാണ്. അപ്പോൾ പിന്നെ സീസൺ വലിയ പീക്കിലൊക്കെ ഇത്തിരി റേറ്റ് കൂടുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ 300 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് 7 മണിക്ക് ശേഷം 9 വരെ ഒരു ക്യാമ്പ് ഫയർ അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാണാം. ഇതിൻ്റെ കടന്ന് വരുമ്പോൾ തന്നെ അതേ ലിവിങ് റൂമിൽ ഒരു ടിവിൻ്റെ സോഫ സെറ്റ്, അതിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പാട്ടോ. നമുക്കിവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മാതിരിയുള്ള സ്ഥലമാണ്. പിന്നെ ബെഡ്റൂം, അപ്പോൾ വലിയ ബെഡ്റൂം ആട്ടാ, നല്ല അടിപൊളി ബെഡ്, വലിയ ബെഡ് തന്നെ സെറ്റ് ചെയ്താണ്. അപ്പോൾ ഈ ബെഡ്റൂമിൽ നമുക്ക് 2 ചെയർ അവർ ഇട്ട് വന്നിട്ടുണ്ട്. അതേമാതിരി ഇതേ കബോർഡ് ഉണ്ട്, നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ല കബോർഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂം ഇനി നോക്കാം. ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാട്ടാ. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ബാത്റൂമിൽ. പിന്നെ ഇതിന് ഇവിടെ ഹീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹീറ്റർ പ്രൊവൈഡ് ഉണ്ട്. ഹീറ്റർ ഈ സ്വിച്ചാണ് ഹീറ്ററിൻ്റെ, ഇത് ഓണാക്കി നമുക്ക് ഹീറ്ററുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം തന്നെയാണ്, അറ്റാച്ച്ഡ് ആണ്.
നിങ്ങൾക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാൻ കഴിയും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. സെയിം അതേ വലിപ്പത്തിൽ തന്നെ, സെയിം അതേമാതിരി തന്നെ വലിയ ബെഡും 2 ചെയറും കാര്യങ്ങളും. ഇവിടെ അതെ അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് ഹീറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബാത്റൂം തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിപ്പോൾ 2 ഫാമിലി അല്ലെങ്കിൽ ഒരു ഫാമിലി ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ തരും. നമുക്ക് നല്ല അടിച്ച് പൊളിച്ച് വന്ന് താമസിച്ച് പോവാം. വലിയ റേറ്റ് ഒന്നും പറയാനില്ല. ഈ റിസോർട്ടിൽ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ഈ വില്ലയില് ഇതേപോലത്തെ വില്ലകളുണ്ട്, അതേമാതിരി നമ്മൾ താമസിച്ച മോഡൽ വില്ലകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കുറവുണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്നാണ്. അപ്പോൾ അതിനേക്കാൾ റേറ്റ് കുറവിൽ നമുക്ക് നേരിട്ട് ബന്ധപ്പെട്ട തരും. അതിൻ്റെ ഓണറായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളും തരാം, ധൈര്യമായിട്ട് പോകുന്നോ. എല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം നല്ല ഇതാട്ടോ. അതായത് നമ്മളോട് നമുക്ക് എന്ത് വേണം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ട്രക്കിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ആ ട്രക്കിങ്ങിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അവർ തന്നെയാണ്. നിങ്ങളിങ്ങനെ പോകണം, ഫാമിലി ആയിട്ട് അവിടെ പോയി ആ ട്രക്കിംഗ് ഒക്കെ നടത്തിയ രസമായിരിക്കും. അപ്പോൾ നമുക്ക് അഡ്വൈസ് ചെയ്യാനും എല്ലാത്തിനും അവർ നല്ല നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എന്താവശ്യം പറഞ്ഞാലും 24 മണിക്കൂറും നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു തരാൻ അവർ തയ്യാറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു റിസോർട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് 1.5 കൊല്ലമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ പിന്നെ കൊറോണ വന്നു. പിന്നെ അപ്പോൾ വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തേക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സഹകരണം അവർ നമ്മളോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ. അതായത് ഈ ഏരിയ ആണ് മെയിൻ. ഈ കാണുന്ന കുന്നില്ലേ, ഇതിൻ്റെ മണ്ടയ്ക്കിന് നമ്മൾ പോയിട്ട് കയറി പോയിട്ട് നമ്മൾ ട്രക്കിംഗ് ചെയ്ത് വന്നത്. അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറേ കയറണം. പിന്നെ ആ ഏറ്റവും മണ്ട വരെ നമ്മൾ കയറിപ്പോയി. അവിടെ നിന്നുള്ളൊരു സീനുണ്ടല്ലോ, ഓ ഈ ഭാഗം മുഴുവൻ കാണാം. അതൊക്കെ ഒരു ആസ്വദിക്കാൻ പറ്റിയൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ ഈ വില്ലനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സർവീസാണ്, നല്ല ഫുഡായിരുന്നു. സർവീസ് സൂപ്പറാട്ടാ. നമുക്ക് നമ്മളോട് സഹകരിച്ച് നിൽക്കും. അതേമാതിരി പറഞ്ഞാലും അപ്പൊ തന്നെ അവരത് ചെയ്തു തന്നിരിക്കും. പിന്നെ ഫുഡ് നല്ല ഫുഡാണ്. ഫുഡിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും ഇത്തിരി, അതായത് വില്ലകളിൽ ചെറിയൊരു വില മാറ്റം ഉണ്ടാവും. എന്നാലും ആ വില ഇത്തിരി കൂടിയാലും ഫുഡ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇൻക്ലൂഡഡ് ആയിരുന്നു, വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടാ, ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതും കുഴപ്പമില്ല. അത് കുറച്ചും കൂടിയും ഓപ്ഷൻ വെക്കാൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരോട്. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഇഡ്ഡലിയും പിന്നെ അവരുടെ ഒരു പൊങ്കൽ. അപ്പോൾ ആ പൊങ്കലൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ആണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഫുഡിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂരിയും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ നന്നായിരിക്കുന്നു. അപ്പോൾ അവരത് എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു സർവീസൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വളരെ ബഡ്ജറ്റ് റിസോർട്ടാണ്. നമ്മുടെ ടൗണിൽ നിന്ന് മാറി നമുക്ക് വന്ന് താമസിക്കാൻ, ഊട്ടി ടൗണിൽ നിന്ന് മാറി നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നു. താല്പര്യമുള്ളവരിവിടെ വരിക, ഇവിടെ താമസിക്കുക. നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഈ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളത് ചെയ്യുക.